ഡിബേറ്റ് വിത്ത് മാധു സജി. 5 ലക്ഷം കോടിയുടെ കടം, 48,000 കോടിയുടെ കുടിശ്ശിക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ 78,000 കോടിയുടെ സഞ്ചിത നഷ്ടത്തിൽ. 10 വർഷത്തെ ഇടതുഭരണം ബാക്കിവെച്ചത് എണ്ണിത്തീർക്കാത്ത കോടികളുടെ നഷ്ടവും എഴുന്നള്ളിക്കാൻ കിഫ്ബി എന്ന വെള്ളാനയുമെന്ന് നിയമസഭയിൽ വെച്ച ധവളപത്രത്തിൽ സർക്കാർ. എണ്ണിപ്പറഞ്ഞതെല്ലാം കെടുകാര്യസ്ഥതയുടെ കണക്കുകൾ. ഉമ്മാക്കിയല്ല കണ്ണാടിയെന്ന് കുറ്റപത്രം. തികഞ്ഞ രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷം. ഔദ്യോഗിക രഹസ്യരേഖകൾ പങ്കുവച്ചത് ഭരണഘടനാ ലംഘനം. നുണകളുടെ പെരുമഴക്കാലത്തിനിടെ ചില സത്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാണിക്കൽ. വിറ്റഴിക്കലാണ് ലക്ഷ്യമെന്ന് വിളിച്ചു പറയൽ. കേന്ദ്ര വിമർശനമില്ലാത്ത വൈറ്റ് പേപ്പർ വൈറ്റ് വാഷ് ആണെന്ന പരിഹാസം. ചോദ്യം ഇതാണ്: ഉമ്മാക്കിയോ കണ്ണാടിയോ? CPM-ൽ നിന്ന് ശ്രീ MP രാജേഷ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മാധ്യമപ്രവർത്തകൻ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ജോർജ് ജോസഫ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. അതിസാങ്കേതികമായ വിഷയമാണ്, സംസ്ഥാനത്തിന്റെ ധനകാര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു ധവളപത്രം ഒരു സർക്കാർ പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഗൗരവം വലിയ തോതിലുണ്ട്. സാമ്പത്തികമായുണ്ട്, രാഷ്ട്രീയമായുണ്ട്. മുതിർന്ന നേതാക്കളാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിലുള്ളത്. ശ്രീ MP രാജേഷ്, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത്, കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പറഞ്ഞു ഉമ്മാക്കി കാണിക്കേണ്ട എന്ന്. ഇത് നിങ്ങളുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിന് നേരെ വെച്ച കണ്ണാടിയാണ്. 5 ലക്ഷം കോടിയുടെ കടമടക്കം കഴിഞ്ഞ 10 വർഷക്കാലത്തെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് CPM അതിനെ പ്രതിരോധിക്കുന്നത്. നിങ്ങൾക്ക് നുണയുടെ പെരുമഴക്കാലത്തിനിടയിലും ചില സത്യങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിലും കുറച്ചു മുമ്പ് ഫേസ്ബുക്കിലും ഇട്ടത്. VD സതീശൻ കേരളം മുഴുവൻ നടന്നു പറഞ്ഞ 6 ലക്ഷം കോടിയുടെ കടം എവിടെ എന്ന ചോദ്യമാണ്. ഇത് ഉമ്മാക്കിയാണോ കണ്ണാടിയാണോ? തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കഴിഞ്ഞ കുറേ കാലം നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ പലതും തെറ്റാണ് എന്ന് അർദ്ധസത്യങ്ങളും അതിശയോക്തികളും നിറച്ചു വെച്ചിട്ടും ഈ ധവളപത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് അർദ്ധസത്യങ്ങളും അതുപോലെ തന്നെ അതിശയോക്തികളും ഈ ധവളപത്രത്തിൽ കാണാം. ഒരൊറ്റ ഉദാഹരണം പറയാം. ഈ ധവളപത്രം ഏറ്റവും കൂടുതൽ ഭീതി സൃഷ്ടിക്കുന്നത്, ഒരു അനാവശ്യമായ ഭീതി സൃഷ്ടിക്കുന്നത് കടത്തെ മുൻനിർത്തിയിട്ടാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ് എന്ന് ധവളപത്രം പറയുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ്, ബജറ്റ് കണക്കുകൾ വെച്ചിട്ടാണ്. 25-26 25-26 റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഇപ്പോൾ ലഭ്യമാണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ചത് അത് 4.9 ലക്ഷം കോടിയാണ്. ഇപ്പം എങ്ങനെയൊക്കെയാണ് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളത് വസ്തുതകളെ എന്നതിൻ്റെ ഉദാഹരണം പറഞ്ഞതാണ്. പിന്നെ കടവും കടഭാരവും രണ്ടും രണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ വരുമാനമുണ്ട്, 3,500 രൂപ കടമുണ്ട്. എത്രയാണ് കടം? വരുമാനത്തിൻ്റെ 35%. വരുമാനം 20,000 ആവുന്നു, കടം 6,000 വർദ്ധിക്കുന്നു. കടം 3,500-ൽ നിന്ന് 6,000 വർദ്ധിച്ചു എന്ന് മാത്രം പറയുകയും വരുമാനം വർദ്ധിച്ച കാര്യം പറയാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ 20,000 രൂപ വരുമാനമുണ്ടാവുമ്പോൾ കടം 6,000 ആയാൽ കടഭാരം എത്രയായിട്ട് കുറയാണ് ചെയ്യുന്നത്? 30% കുറയാണ് ചെയ്യുന്നത്. ഇവിടെ അതാണ് ഈ ധവളപത്രത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു തന്ത്രം. ഇപ്പം എത്രയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനം? ആഭ്യന്തര വരുമാനം ഏതാണ്ട് 14.25 ലക്ഷം കോടിയാണ്. 14.25 ലക്ഷം കോടിയാണ്. അപ്പോഴാണ് കടം വർദ്ധിക്കുന്നത്. അപ്പോൾ കടം വർദ്ധിച്ച കണക്ക് മാത്രം പറയുന്നു. യഥാർത്ഥത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ആരും ഈ കേവലമായിട്ടുള്ള കടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങളെ അവതരിപ്പിക്കുക. സാധാരണ അനുപാതമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കടഭാരം എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് GDP റേഷ്യോ ആണ്. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും കടവും തമ്മിലുള്ള അനുപാതം. അതുപോലെ സംസ്ഥാനത്തിൻ്റെ കടഭാരം എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് GSDP റേഷ്യോ ആണ്. ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും കടവും തമ്മിലുള്ള അനുപാതം. അപ്പോൾ കേരളത്തിൻ്റെ GDP, ആഭ്യന്തര വരുമാനം പല മടങ്ങായിട്ട് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു 10 വർഷത്തിനിടയിൽ ഏതാണ്ട് ഇരട്ടിയായിട്ടെങ്കിലും ഇത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയാതിരിക്കുകയും കടം മാത്രം വർദ്ധിച്ചു എന്ന കേവല കണക്ക് പറയുകയും ചെയ്യുന്ന ഒരു തട്ടിപ്പ്, ഒരു വഞ്ചനാപരമായ സമീപനം നമുക്കിതിൽ കാണാം. അപ്പോൾ എന്തിനാണ് കടത്തെ മുൻനിർത്തി ഇത്ര? ഇനി വേറൊരു കണക്ക് കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ കടത്തിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ കടത്തിൻ്റെ കാര്യത്തിൽ CAG റിപ്പോർട്ടാണ് കേട്ടോ ഞാൻ ഉദ്ധരിക്കുന്നത്. CAG-യുടെ ഡീക്കേഡൽ സ്റ്റേറ്റ് ഫൈനാൻസ് റിപ്പോർട്ട് പ്രകാരം
ആഭ്യന്തര കടം കഴിഞ്ഞ 10 വർഷത്തെ വളർന്ന തോതിൽ കേരളം 18ാം സ്ഥാനത്താണ്. 18ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ കടത്തിൻ്റെ കാര്യത്തിൽ ഭീതിജനകമായൊരു സ്ഥിതി ഇല്ല എന്നതാണ് വസ്തുത. പക്ഷെ എന്തിനായി ഭീതി ഉണ്ടാക്കുന്നത്? ഭീതി ഉണ്ടാക്കുന്നത് വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെയാണ്, ബോധപൂർവമാണ്. തുറന്ന് അങ്ങോട്ട് ധവളപത്രത്തിൻ്റെ ശുപാർശകൾ നോക്കിയാൽ, ഉള്ളടക്കം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് പറയുന്നു ഈ റവന്യൂ ചെലവ് പെരുകുന്നു, 77% ശമ്പളവും പെൻഷനും കൊടുക്കാനാണ്. തെറ്റാണ്. 42% ശമ്പള പെൻഷൻ ചെലവുകൾ വരുന്നത്. ഈ 77% എന്ന കണക്ക് എങ്ങനെ വരുന്നത്? അതാ ഞാൻ പറഞ്ഞ അർദ്ധസത്യമാണ്. സ്റ്റേറ്റിന്റെ തനതു വരുമാനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് 77% എന്നുള്ള കണക്ക് പറയുന്നത്. നമുക്ക് ഭരണഘടനാപരമായി ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കിട്ടാൻ കേന്ദ്രത്തിൽ നിന്ന് അർഹതയുള്ള തുക ഒഴിവാക്കിയിട്ടാണ് ഈ 77% സംസ്ഥാനത്തിന്റെ തനത് വരുമാനം മാത്രം മുൻനിർത്തിയാണ് പറയുന്നത്. അപ്പോൾ അതുകൂടി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ 42% വരുന്നുള്ളൂ. എന്തിനാ ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഇത്രയും വലിയ തുക വരുന്നു എന്ന് പറയുന്നതിൽ പതിയിരിക്കുന്ന ഒരു അപകടമുണ്ട്. എന്താണ്? ആ ചെലവുകൾ വെട്ടിച്ചുരുക്കണം. എങ്ങനെയാണ് ചെലവുകൾ വെട്ടിച്ചുരുക്കുക? സ്ഥിര നിയമനങ്ങൾ ഒഴിവാക്കുക, PSC വഴിയുള്ള സ്ഥിരം റിക്രൂട്ട്മെന്റുകൾ വെട്ടിക്കുറയ്ക്കുക. അപ്പം ഇനി വരാനിരിക്കുന്നത് അതാണ്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പലതും അതുവഴി ശമ്പള പെൻഷൻ ചെലവുകൾ വെട്ടിച്ചുരുക്കുക എന്നതിനുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഈ കണക്ക് പറയുന്നത്. 2002 AK ആന്റണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് അന്ന് മോഡേണൈസേഷൻ ഓഫ് ഗവർണൻസ് പ്രോഗ്രാം എന്ന പേരിൽ MGP എന്ന ചുരുക്കപ്പേരിൽ അവതരിപ്പിച്ചതിൻ്റെ പുതിയ വെർഷനാണ് ഇപ്പോൾ അദ്ദേഹം ശ്രീ VD സതീശൻ്റെ ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വെറുതെ അല്ല, സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ആന്റണിയെ പോയി കണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ആന്റണിയെ കൊണ്ട് തന്നെ മുണ്ട് മുറുക്കിയെടുക്കേണ്ടി വരും എന്ന് പറയിപ്പിച്ചത്. കാരണം മുണ്ട് മുറുക്കിയെടുക്കണമെന്ന് നമ്മൾ പണ്ട് കേട്ടത് 2001 ആന്റണി മുഖ്യമന്ത്രിയായ സമയത്താണ്. അതിനെതിരായിട്ടാണ് സർക്കാർ ജീവനക്കാരുടെ ഐതിഹാസികമായിട്ടുള്ള പണിമുടക്ക് അന്ന് കേരളത്തിൽ നടന്നത് എന്ന് ഓർമ്മിക്കണം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരൊക്കെ 10 വർഷമായില്ലേ, ഒരു മാറ്റം നല്ലതല്ലേ, ഒന്ന് മാറിയാൽ കുറച്ചുകൂടി കൂടുതൽ കൈനിറയെ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് UDF വോട്ട് ചെയ്തിട്ടുള്ളവരാണ് നല്ലൊരു ഭാഗം. അവരെ അവർക്ക് വരമ്പത്ത് തന്നെ കൂലി കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പൊ കാണുന്നത്. വരാനിരിക്കുന്നത് എന്താണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. കുറയ്ക്കാൻ പോകുന്നു, ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിൽ കൈവയ്ക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങ് വളരെ ചുരുങ്ങിയ വാക്കുകൾ 1-2 സെന്റൻസ് പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബദൽ പത്രം ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ കണക്കുകൾ രാഷ്ട്രീയ താല്പര്യപ്രകാരമുള്ളതാണെങ്കിൽ ബദൽ പത്രം ഉണ്ടാകുമോ? അതിപ്പോ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ശരി, ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇതൊരു പൊളിറ്റിക്കൽ പേപ്പറാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ്. അത് ഭരണഘടനാ ലംഘനമാണ്, ഔദ്യോഗിക വിവരങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടുണ്ടായതാണ്. സാധാരണഗതിയിൽ ധനവകുപ്പാണ് ധവളപത്രം പുറത്തിറക്കേണ്ടത്. മറ്റൊരു ഏജൻസിയെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ മറ്റാളുകളെ പുറത്തുനിന്ന് അതിൽ എൻഗേജ് ചെയ്യിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കൽ പേപ്പറാണെന്ന വിമർശനത്തിന് ഇതിന്റെ അവതാരികയിൽ തന്നെ പറയുന്നുണ്ട് കൃത്യമായി. വിമർശന ബുദ്ധിയോടെ കഴിഞ്ഞ കാലത്തെ പരിശോധിക്കുകയല്ല റിപ്പോർട്ടറിന്റെ ലക്ഷ്യം, വെല്ലുവിളികളെ മനസ്സിലാക്കുക എന്നാണ്. മുൻ സർക്കാരുകൾക്ക് പരിമിതികളിൽ കഠിന തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായ സമീപനമുണ്ട്. പക്ഷേ അപ്പോഴും ശ്രീ MP രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ചില കാര്യങ്ങളിൽ അർത്ഥസത്യങ്ങളുണ്ടോ എന്നൊരു ചോദ്യമാണ് മുൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മുൻ സർക്കാരിൻ്റെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നോക്കൂ, കടബാധ്യത 2020-21 GSDPയുടെ 40.3% എന്ന ഉയർന്ന നിലയിലെത്തിയിരുന്നു. ഈ പേപ്പറിൽ തന്നെ പറയുന്ന കാര്യമാണ്. പിന്നീട് ഇത് കുറഞ്ഞു വന്നുവെങ്കിലും ആ അനുപാതത്തിൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. നിലവിലുള്ള GSDPയുടെ എത്ര ഭാഗമാണ് എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നില്ല. 33% കുറഞ്ഞിരിക്കുന്നു. അത് 39% ആയിരുന്നു എന്ന ഇടത്ത് നിന്ന് 33% കുറഞ്ഞിരിക്കുന്നു. അതായത് കടം പെരുകുന്ന നിരക്ക് നമുക്കറിയാം. കേരളം രൂപം കൊണ്ട കാലം മുതൽ ഇങ്ങോട്ട് ഓരോ സർക്കാരുകളും ഭരിച്ചു മാറുന്ന സമയത്ത് എത്രയാണോ നിലവിലുള്ള കടം അതിൻ്റെ ഇരട്ടി എന്ന ഒരു പെർസെൻറ്റേജ് വർധന ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കടം കുറഞ്ഞിട്ടുണ്ട്. GSDPയുടെ 39% ഉയർന്നിട്ട് അത് 33%-ലേക്ക് 2025-26 കുറഞ്ഞു എന്ന് പറയുന്നതിനെ ഒരു പോസിറ്റീവ് കാര്യം എന്ന നിലയ്ക്കല്ലാതെ അത് ലക്ഷ്യം കണ്ടെടുത്തോളം വളർന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഭാഷ്യം ചമയ്ക്കലാണ് ഈ അർത്ഥസത്യമെന്ന് ഇപ്പോൾ MP രാജേഷ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അത് എന്തായാലും സന്തോഷം. ഇതിൻ്റെ സാങ്കേതികത്വത്തെ
അഥവാ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഈ ഫിനാൻസിൻ്റെ ഈ വൈറ്റ് പേപ്പർ തയ്യാറാക്കുന്നതിന് മറ്റുള്ളവരെ വെച്ചത് ശരിയാണോ തെറ്റാണോ എന്നതിനെ സംബന്ധിച്ചാണ്. വളരെ കൃത്യമായി മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല. നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തതെന്ന് സമ്മതിക്കുകയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയും ഒക്കെ അത് ഏറ്റവും അവസാനം അംഗീകരിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, എന്തായാലും ശ്രീ എം പി രാജേഷിനെ പോലെയുള്ളവർ ഈ ധവളപത്രം അംഗീകരിക്കാൻ തയ്യാറായല്ലോ. അദ്ദേഹം പറയുന്നത് 5.07 ലക്ഷം കോടി രൂപയുടെ കടമുണ്ടായിരുന്നത് അത്രയില്ല, 4.90 ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ല കാര്യം, നമുക്കതിലേക്ക് വരാം. അദ്ദേഹം പറയുന്നത് ശ്രീ എ കെ ആന്റണിയുടെ കാലത്തെ പോലെ ഇവിടെ നിയമന നിരോധനവും പദ്ധതി വെട്ടിച്ചുരുക്കലും ഒക്കെ വരാൻ പോകുന്നതാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് വന്നവരെ പോലും നിയമിക്കാതെ റാങ്ക് ലിസ്റ്റുകൾ എക്സോസ്റ്റ് ചെയ്തു പോകുന്ന സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടായപ്പോഴാണ് ശ്രീ എം പി രാജേഷ് മെനഞ്ഞാന്ന് മന്ത്രിസ്ഥാനത്ത് ഇറങ്ങുന്നതാണ് ഇപ്പോൾ ഈ പറയുന്നത്. അദ്ദേഹം ഉൾപ്പെടുന്ന മന്ത്രിസഭ ഈ സംസ്ഥാനത്തുള്ളപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കുകാരിയെ പോലും നിയമിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ അതിലേക്ക് ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നല്ല ബോധ്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, അദ്ദേഹം പറയുന്നത് ശ്രീ എ കെ ആന്റണിയുടെ കാലത്തെ പോലെ എ കെ ആന്റണിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും ശ്രീ കെ എൻ ബാലഗോപാലും ഒക്കെ കുറേ ദിവസമായിട്ട് ശ്രീ എ കെ ആന്റണിക്കെതിരെയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ശ്രീ എ കെ ആന്റണി ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ശ്രീ എ കെ ആന്റണി പറയുന്നതിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് പൊതുസമൂഹം നല്ല വില കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ തിരിച്ചിരിക്കുക. നിയമസഭയിലും ഇതേ വാചകങ്ങൾ നമ്മുടെ കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 2001 എ കെ ആന്റണി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ സംസ്ഥാനത്ത് ക്യാബിനറ്റിലേക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കോഫി പോലും കൊടുക്കില്ലായിരുന്നു. കാരണം അതിന് മുമ്പുണ്ടായിരുന്ന 96 മുതൽ 2001 വരെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് വരുത്തിവെച്ച കുടിശ്ശികയുടെ ഭാഗമായിട്ട് കോഫി ഹൗസിൽ ഒരു കോഫി മന്ത്രിസഭയ്ക്ക് കൊടുക്കില്ലായിരുന്നേ. ഈ സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് ഡൽഹിയിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എയർ ഇന്ത്യ കൊടുക്കില്ലായിരുന്നു. അത്രത്തോളം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ഇടത് സർക്കാർ 96 മുതൽ 2001 വരെ ഉണ്ടായിരുന്ന സർക്കാർ ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയതിന് ശേഷമാണ് ശ്രീ എ കെ ആന്റണി അധികാരത്തിൽ വന്നത്. ശരിയാണ്, അദ്ദേഹം ആ സമയത്ത് മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, വെട്ടിക്കുറച്ചു എന്നല്ല, പിടിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് 2004 അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റിൽ ഉൾപ്പെടെ അദ്ദേഹം പിടിച്ചു വച്ചിരുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും തിരിച്ചു നൽകി. മാത്രമല്ല 96 മുതൽ 2001 വരെ ഉണ്ടായിരുന്ന LDF സർക്കാരിൻ്റെ കാലത്ത് DA കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയിട്ടുള്ളത് എന്ന കാര്യം ശ്രീ എം പി രാജേഷ് ഓർക്കുന്നത് നന്നായിരിക്കും, ഇല്ലെങ്കിൽ താങ്കൾ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ 4.9 ലാക്സേ ഉള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബാധ്യതയിൽ പോലും എന്താ കിഫ്ബിയുടെ ബാധ്യത വരുന്നുണ്ടോ? ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന ഓമന പേരിൽ നിങ്ങൾ വിളിക്കും. ഇപ്പോൾ 2022 മുതലാണ് അത് വന്നു തുടങ്ങിയത്. കിഫ്ബിയുടെ അതുപോലെ പെൻഷൻ പെൻഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കൺസോർഷ്യം, അതിലെ ബാധ്യതകൾ. അപ്പോൾ ആ രീതിയിൽ എന്തെല്ലാം ഇനി കൂട്ടിച്ചേർക്കാനുണ്ട് ഇത് കൂടാതെ. അപ്പോൾ ആ രീതിയിൽ ഈ 5.07 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞത് അതിനും അപ്പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ കൃത്യമായി കണക്കുകളുടെ പിൻബലത്തിൽ പറയുന്നത് കേരളത്തിലെ ഇപ്പോൾ നോക്കൂ, ഞങ്ങൾ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ ട്രഷറിയിൽ 6000 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്നാണ് ഈ സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കൂടി കഴിഞ്ഞപ്പോൾ, നിരവധിയായ കമ്മിറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കൂടി കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം മെയ് മാസം, അതായത് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് മെയ് മാസം 16-ാം തീയതി ഈ പറഞ്ഞ 6500 കോടിയിൽ ബാക്കി ഉണ്ടായിരുന്നത് 2200 കോടി രൂപയാണ്. ഈ 2200 കോടി രൂപ തന്നെ ഈ 6500 കോടി വന്നത് തന്നെ IGSTയുടെ സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഫിനാൻസ് കമ്മീഷൻ്റെ സെറ്റിൽമെൻറ്റ്, SDRFുമായി ബന്ധപ്പെട്ടും NDRFുമായി ബന്ധപ്പെട്ടും ഒക്കെ കിട്ടാനുള്ള തുകകളാണ്. അതെല്ലാം കൂടെ ചേർത്ത് 6500 കോടി രൂപ ഉണ്ടായിരുന്നു പറയുന്നത് 2026 മാർച്ച് മാസം 31-ാം തീയതിയാണ്. മെയ് മാസം 18-ാം തീയതി മന്ത്രിസഭ അധികാരം വെക്കുന്നു. 16-ാം തീയതി ബാക്കി ഉണ്ടായിരുന്നത് 2200 കോടി രൂപയാണ്. ഇനി നോക്കൂ, അതിൻ്റെ എന്താ പറയുന്നത്, ശരാശരിയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ കേരളത്തിൻ്റെ ബാധ്യത സംസ്ഥാനത്തിൻ്റെ GSDPയുടെ 35.5% ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴും നാഷണൽ ആവറേജ് 29.2% ആണെന്ന കാര്യം നമ്മൾ മറക്കരുത്. പിന്നെ പലിശ ഇനത്തിൽ നമുക്ക് 2025-26 വർഷത്തിൽ വരുമാനത്തിൻ്റെ 17.73% നമ്മൾ പലിശ ഇനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ആവറേജ് 11.99%.
അതുപോലെ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് വികസന ചെലവുമായി ബന്ധപ്പെട്ട് 2024 രണ്ടാം സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഉണ്ടായിരുന്ന കടം അത് 33% കുറയുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ? അതായത് ഒരു സർക്കാരിന് കടത്തിന്റെ GSDP-യുമായുള്ള താരതമ്യം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത്. അത് ധവളപത്രത്തിലൂടെ നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നു എന്നും. നോക്കൂ, അങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടി വരും. അതായത് പിന്നെ ഞാനത് കൃത്യമായ കണക്കുകൾ തന്നെ പറയാം. ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകളുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ കണക്കൊന്നും എടുത്തോട്ടെ. ഈ ട്രഷറി ക്യാഷ് ബാലൻസ് 2015-16 16-17 നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. നന്നായി പിന്നെ 2019-20 മുതൽ ട്രഷറിയിലെ ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ബാലൻസ് കുറയാൻ തുടങ്ങി. അതൊരു വസ്തുതയാണ്. 2021 21-22 കോവിഡ് കാലഘട്ടത്തിൽ ക്യാഷ് ബാലൻസ് ശരിയാണെന്ന് പറഞ്ഞതുപോലെ 2024-25 10 മാസം നെഗറ്റീവ് ആയിരുന്നു. അതിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. കടത്തിന്റെ GSDP-യുമായുള്ള താരതമ്യം അത് 5%-ഓളം ഈ കഴിഞ്ഞ സർക്കാരിന് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. നിങ്ങളുടെ കണക്കുകളിൽ പ്രകാരം ഞാൻ ചോദിക്കുന്നത് ശരി, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിനെ സംബന്ധിച്ച് 2019 ഞങ്ങൾ ഇത്ര കൂടിയിരുന്നു പിന്നെ കുറച്ചു എന്ന് പറയുന്നതും, KSRTC-യിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നതും ആരുടെ കാലത്താണ്? KSRTC-യിൽ ശമ്പളം കൊടുക്കാതെ ആരുടെ കാലത്താണ്? LDF സർക്കാരിൻ്റെ കാലത്താണ്. തിരിച്ചു കൊടുത്തിട്ട് അവർ പറയുന്നത് കണ്ടോ ഞങ്ങൾ ശമ്പളം മുടങ്ങി തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ 19-20 18-19 കൂടി ഇപ്പോൾ ഞങ്ങൾ കുറച്ചു കൊണ്ടുവന്നു എന്നതിനർത്ഥം അടിസ്ഥാനം എന്താ? 2016 മുതൽ 26 വരെ ഈ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ ധവളപത്രത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ വികസന ചെലവ് 2024-25 റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം 39.9%. ദേശീയ ശരാശരി 63.5% എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി മൂലധന ചെലവ് നോക്കൂ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കൂ. അത് 2025-26 GSDP-യുടെ 1.34% മാത്രമാണ് നമുക്ക്. എന്നാൽ നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 3.2% ആണ്. അതൊക്കെ നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്നത് കണക്ക് വെച്ചിട്ടല്ലേ. അപ്പോൾ കണക്ക് വെച്ച് സംസാരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇനി അവർ പറയുന്ന ഈ പറഞ്ഞ 6,000 ചില്ലനം കോടി ഉണ്ടെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അവിടെ ഇപ്പോൾ 2,200 വരുന്നു. ഇനിയുള്ള ബാധ്യതകൾ നോക്കൂ. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ബാധ്യതകളെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഈ ഡോക്യുമെന്റ്സ് നിഷേധിക്കാൻ കഴിയുന്നോ? ഏറ്റവും അവസാനം ഇൻഹെറിറ്റഡ് അരിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒബ്ലിഗേഷൻ ആസ് ഓൺ 31 മാർച്ച് 2026 മാർച്ച് 31 നമുക്കുള്ള ബാധ്യത കൊടുത്തു തീർക്കേണ്ട തുക 48,733 കോടി രൂപയാണ്. അതിനകത്ത് പിന്നെ സ്റ്റേറ്റ് എംപ്ലോയീസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കൂടെ DAR മാത്രം 21,670 ഉണ്ട്. പെൻഷനേഴ്സിൻ്റെ 14,387 ഉണ്ട്. ബാങ്കിനും കോൺട്രാക്ടേഴ്സിനും പിന്നെ ബിൽ ഡിസ്കൗണ്ട് സിസ്റ്റം വഴി കൊടുത്തു തീർക്കാനുള്ളത് 3,400 കോടി രൂപയുടെ UGCയുടെ DAR 1,500 കോടി രൂപയുണ്ട്. കാരുണ്യയുടെ 2,000 അങ്ങനെ വരുന്ന 48,733 കോടി രൂപയുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും അധികമായി ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ചിലവ് ഈ സാമ്പത്തിക വർഷം തന്നെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പിന്നെ ഗഡു DA കുടിശ്ശിക കൊടുക്കാന്ന് പറഞ്ഞത് ഓരോ വർഷം 2 ഗഡു വീതം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പോലും ഈ വർഷം വേണ്ടി വരുന്നത് ജീവനക്കാരുടെ പിന്നെ DAR-ന് വേണ്ടി വരുന്നത് ഏകദേശം 9,000 കോടി രൂപയിലധികം വേണ്ടി വരും. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടി വരുന്നത് തന്നെ 21,690 കോടി രൂപ ഈ വർഷം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒന്നത്. രണ്ട്, പിന്നെ അപ്പോൾ അങ്ങനെ ആ തുകയിൽ നിന്ന് കുറയ്ക്കണ്ടേ? ഇവർ പറഞ്ഞിരിക്കുന്ന മൊത്തം തുകയിൽ നിന്നും എന്താ പറയുന്നത്, ഉറപ്പായും ഈ തുകയും കുറച്ച് കിട്ടണം. ഇവരുടെ കണക്കിൽ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തേക്ക് അവർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറയുന്നത് 1.82 ലക്ഷം കോടി രൂപയാണ്. അതിൽ തന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ എന്താ പറയുന്നത്, കേന്ദ്രത്തിൽ നിന്നും അവർ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇനത്തിൽ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്ന എങ്ങനെയാണത് അതിലേക്ക് ആ ഫിഗറിലേക്ക് എത്തിയെന്ന് എനിക്കറിയത്തില്ല. ഒറ്റ മിനിറ്റ് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 14,000 കോടി രൂപ കിട്ടിയ മൊത്തത്തിൽ 53,000 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ആ 14,000 കോടി രൂപ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റായി കിട്ടി. അത് ഇപ്രാവശ്യവും കിട്ടുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്താണ്. കിട്ടിയിട്ടില്ല, 0 ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഡെവല്യൂഷൻ നിലവിൽ 1.92 ആയിരുന്നത് അവർ എന്താ പിന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് 2.8 കിട്ടുമെന്നാണ്. എന്നാൽ ആക്ച്വലി എത്ര എന്നതടക്കമുള്ള കാര്യം ഏതാണ്ട് 20,000 കോടിയോളം എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഒറ്റ കാര്യം, ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനൊപ്പം ശ്രീ ജോർജ് ജോസഫിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ എം പി രാജേഷ്, വളരെ ചുരുക്കം, യഥാർത്ഥത്തിൽ അങ്ങയുടെ അവസരമല്ല, എന്നിരുന്നാലും ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ചതുപോലെ 2015-16 കാലത്ത് നമ്മുടെ ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ GSDP-യുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ 30.22% ആയിരുന്നു. 1,86,453 കോടി രൂപ കടമുണ്ടായിരുന്ന സമയത്ത്, അതായത് 30%-ലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നത് GSDP-യുമായി താരതമ്യം ചെയ്യുമ്പോൾ. അത് 39 കൊണ്ടുപോയത്
നിങ്ങളുടെ കാലത്താണ്, പിന്നീട് അത് 35-ലേക്ക് കുറച്ചു എന്ന് പറയുന്നത് ഒരു അവകാശവാദമായി 10 വർഷത്തിന് ശേഷം പറയുന്നതിൽ ഒരു ഘടകവിരുദ്ധതയിലെ ഒരു അധാർമികമായ അവകാശവാദമില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഈ ധവളപത്രം തയ്യാറാക്കിയ വിദഗ്ധർ കാണാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ കഴിഞ്ഞ 10 വർഷം ഉയർന്നു വന്ന വെല്ലുവിളികളാണ്. നോക്കൂ, പ്രളയം കേരളത്തിൻ്റെ മേൽ എത്ര വലിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിച്ചു. നിങ്ങൾക്കിതിൻ്റെ അനുബന്ധത്തിൽ മാത്രമാണ് ഒരു തവണ പ്രളയം എന്ന വാക്ക് കാണാനാവുക. ഈ റിപ്പോർട്ടിലെവിടെയും പ്രളയത്തെക്കുറിച്ച് 2018 നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ അതുണ്ടാക്കിയ സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് ഒരു വാക്കില്ല. എന്ത് ധവളപത്രമാണിത്? 2019 ആവർത്തിച്ച പ്രളയത്തെക്കുറിച്ചില്ല. അതിനുശേഷം കോവിഡ് ലോകത്താകെയുള്ള സമ്പദ്ഘടനകൾ സാമ്പത്തിക ഭാരം, കടഭാരം വർദ്ധിച്ചില്ലേ? ലോകത്താകെ കടഭാരം വർദ്ധിച്ചില്ലേ? നോക്കൂ, കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് FRBM ആക്ട് നിജപ്പെടുത്തിയ 3% റിലാക്സ് ചെയ്തത്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ 2020-21 21-22 5%, തൊട്ടടുത്ത വർഷം 4% വായ്പയെടുക്കാം എന്ന് ഇളവ് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിതമായി. ലോകമാകെയുള്ള ഗവൺമെന്റുകൾ അത് ചെയ്തു. ഈ സൈദ്ധാന്തികമായിട്ടുള്ള പിടിവാശികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ വായ്പ എടുത്തു. കാരണം കോവിഡിന്റെ വെല്ലുവിളിയെ നേരിടാൻ അത് ആവശ്യമായിരുന്നു. ഇപ്പൊ 38.5 40 കേട്ടോ. 2020-21 38.5 കേരളത്തിന്റെ ഡെപ്റ്റ് GSDP റേഷ്യോ. അത് 21-22 37% കുറച്ചു. അത് നമ്മൾ കാണേണ്ടത് പ്രളയം, കോവിഡ് എന്നിവയുടെ പശ്ചാത്തലത്തിലാണ്. പിന്നീട് കഴിഞ്ഞ 5 വർഷം പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും ആഘാതം കുറഞ്ഞു വന്നപ്പോൾ അത് കുറച്ചു കൊണ്ടുവന്നു. യാഥാർത്ഥ്യബോധം വേണം. യാഥാർത്ഥ്യബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇമാതിരിയിട്ടുള്ള ധവളപത്രങ്ങൾ വിദഗ്ധരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ എഴുതിയുണ്ടാക്കുന്നത്. ഇനി ഒരു കൂടിയ കാര്യം പക്ഷെ പറഞ്ഞിട്ടുണ്ടായതിൽ അങ്ങ് പറഞ്ഞ അർത്ഥസത്യങ്ങളുടെ ഭാഗത്തത് അത് അവിടെ നിൽക്കുമോ എന്ന് എനിക്കറിയില്ല. അതായത് ഞങ്ങളുടെ കാലത്താണ് ഈ 9% കൂടിയത്, ശേഷം 5 കുറച്ചു എന്നായിരുന്നില്ല പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഈ വിശദീകരണം. അതേന്ന് ഇത് കണക്ക് നമ്മുടെ മുമ്പിലുള്ളതല്ലേ, എല്ലാ വർഷവും നിയമസഭയിൽ അവതരിപ്പിക്കുന്നതല്ലേ, കണക്ക് മറച്ചു വെക്കുന്ന കണക്കല്ലല്ലോ. 38.5 ഞാൻ ബജറ്റ് രേഖയാണ് ഉദ്ധരിക്കുന്നത്. 21-22 37 അത് കുറഞ്ഞു. പിന്നീട് അതിപ്പോൾ 34 താഴെയായിട്ട് കുറയ്ക്കാനായി. എന്തുകൊണ്ടാണ്? കോവിഡ് കാലത്ത് കടം എടുക്കാതെ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടണമായിരുന്നോ? അന്ന് 20,000 കോടിയുടെ സാമ്പത്തിക ഉത്തേജക പാക്കേജ് കോവിഡ് കാലത്ത് കേരളം പ്രഖ്യാപിച്ചില്ലേ? ഒറ്റ വാചകം. ഇവിടെ എത്ര കൗശലത്തോടെയാണ് അസത്യം അദ്ദേഹം പറഞ്ഞു പോയത്. PSC നിയമനം നടന്നില്ല എന്നാണ് പറഞ്ഞത്. അത് മറ്റൊരു വിഷയം. ഞാൻ ഈ കാര്യത്തിൽ ഈ കടവുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യത്തിൽ അത് അധികാവസരമാണ്. എന്നോട് മറ്റു പാനലിസ്റ്റുകൾ പരാതി പറയുകയും ചെയ്യും. അത് അധികാവസരമാണ്. ശരി, ജോർജ് ജോസഫ്, ഒരു ധവളപത്രം പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും അടുത്ത 5 വർഷക്കാലം നമുക്ക് നമ്മുടെ സംസ്ഥാനം വളരുന്നത് എങ്ങനെയാണ്, എവിടെ നിന്നാണ്, അതിന് നമുക്കിനി മുന്നോട്ട് വെക്കേണ്ട കാഴ്ചപ്പാട് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ് കൂടിയാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഖജനാവിൽ പൂച്ച പെറ്റു കിടക്കുന്നത് കാണാൻ കഴിയുമോ? അതോ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള, ഏത് പുലിക്കും ഉറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക സുസ്ഥിരതാവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്നാണോ വിചാരിക്കാൻ കഴിയുന്നത്? ഈ നമ്മുടെ ഈ ധവളപത്രം കൃത്യമായിട്ട് 2 പൊസിഷൻ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു സൂക്ഷ്മ വിശകലനത്തിന്, കണക്കുകളുടെ കാര്യങ്ങളിലല്ല, ഡെപ്റ്റ് GSDP റേഷ്യോ അത്രയും കണക്കുകളിലേക്ക് പോകല്ല, 2 പൊസിഷനുകൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. അതിൽ മാധു തന്നെ ഇൻട്രോയിൽ ആദ്യം തന്നെ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടത്തെക്കുറിച്ച്. 72,000 കോടി രൂപയുടെ സഞ്ചിത നഷ്ടം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്ന് പൊളിച്ച് പണിയണം എന്നുള്ള ഒരു അടിസ്ഥാനം അതിനകത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSRTC, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെല്ലാം വൻ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. അതിനുള്ളൊരു പരിഹാര മാർഗമായിട്ട് ഒരു ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? സ്വകാര്യ മൂലധന മുടക്ക് കേരളത്തിൽ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കേൾക്കുമ്പോൾ ഒരു നിഷ്കളങ്കമായൊരു കാര്യമാണ്. കാരണം സ്വകാര്യ മൂലധന മുടക്ക് ഉണ്ടാവണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഗവൺമെൻറ്റുകളും പറയുന്നതാണ്. പക്ഷേ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 72,000 കോടി രൂപയുടെ നഷ്ടം ആണ് എന്ന് പറയുന്നു. അത് മാധവ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ
അത് അക്യൂമുലേറ്റഡ് ലോസാണ്. പക്ഷേ എങ്ങനെ ഒരു പ്രതീതിയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്? കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കൂടി കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ ഇത്രയും വലിയൊരു ഭീമമായ നഷ്ടത്തിലേക്ക് പോകുന്നു. ഇനി ഇതൊക്കെ വെച്ച് പൊടിപ്പിക്കണോ? ഇതെല്ലാം വിറ്റുവോ? ആരെങ്കിലും ഏൽപ്പിക്കുമോ? ഇന്ന് തന്നെ പത്രസമ്മേളനത്തിൽ ശ്രീ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജോലി ഫെസിലിറ്റേറ്ററാണ്, ബിസിനസ് അല്ല. അതിലെല്ലാം നമുക്ക് വായിച്ചെടുക്കാവുന്ന കൃത്യമായ സ്വകാര്യവൽക്കരണ സൂചകങ്ങൾ വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ കേരളം വലിയ പ്രതിസന്ധിയിലാണ്, കടക്കണിയിലാണ്, ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്, ഖജനാവിൽ പണമില്ല, വലിയ നഷ്ടത്തിലാണ്, 42,000 കോടി രൂപയുടെ ബാധ്യത കൊടുത്തു തീർക്കാൻ കിടപ്പുണ്ട്, DA ഉൾപ്പെടെ എല്ലാം വരുമ്പോൾ, ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ നിന്നും അത് നടപ്പാകാതിരിക്കുന്നതിന് ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ കൂടി ഇതിൽ കാണാം. അപ്പോൾ ഈ 2 പൊസിഷനെയാണ് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യേണ്ടത്. ഒന്ന്, സ്വകാര്യവൽക്കരണത്തിന് അത് ഏതേത് മേഖലകളിൽ അത് പാർട്ടി പാനലിസ്റ്റുകൾ പറയുകയും ചെയ്യുമല്ലോ. ഞാൻ ചോദിക്കുന്നത് സാമ്പത്തികാവസ്ഥയുടെ ഒരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് ആ പൊസിഷനിങ് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് അതിനകത്ത് വരുന്നൊരു പ്രശ്നം. പിന്നെ ഇനി മാധു പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ്, മാധു ഉൾപ്പെടെ പറഞ്ഞ ഡെപ്റ്റ് GSDP റേഷ്യോയുടെ കാര്യം. ഈ ഡെപ്റ്റ് GSDP റേഷ്യോയുടെ കാര്യത്തിൽ കേരളം 18ാം സ്ഥാനത്താണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് മുകളിൽ 10-11 സംസ്ഥാനങ്ങൾ അപ്പോഴും ഉണ്ട്. ഇനി ഈ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ കർണാടക എടുക്കുകയാണെങ്കിലും തെലങ്കാന എടുക്കുകയാണെങ്കിലും കേരളത്തെക്കാൾ വളരെ താഴ്ന്ന ഡെപ്റ്റ് GSDP റേഷ്യോ ഉണ്ട്. ആ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ശക്തമായ സംസ്ഥാനങ്ങൾ, റിച്ച് സ്റ്റേറ്റുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. സാമ്പത്തികമായി കുറച്ചും കൂടെ ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതേസമയത്ത് നമ്മളെടുക്കുക ഹിമാചൽ പ്രദേശ്, കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടുത്തെ ഡെപ്റ്റ് GSDP റേഷ്യോ 45% മുകളിലാണ്. അപ്പോൾ ആ സംസ്ഥാനം ഭയങ്കര പ്രതിസന്ധിയിലാണോ കടക്കണിയിലാണോ? അവിടെ ശമ്പളം 30% വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പോട്ടെ, എന്തായാലും ഈ ഡെപ്റ്റ് GSDP റേഷ്യോ എന്ന് പറയുന്നത് പല കാലങ്ങളിൽ പല രീതിയിൽ ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വസ്തുതാപരമായ പിശകുകൾ ഉണ്ടായിരുന്നതാണ് ശ്രീ ജോർജ് ജോസഫ്. തമിഴ്നാടിന് കർണാടക 26.5%. 26.5%. അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഡെപ്റ്റ് GST റേഷ്യോ കൂടിയ 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. അല്ല, ഞാൻ പറയുന്നത് കേരളത്തെക്കാൾ മുകളിൽ ഡെപ്റ്റ് GSDP റേഷ്യോ ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് എടുക്കുക 56% ഡെപ്റ്റ് GSDP റേഷ്യോ ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. 56% താഴെയാണല്ലോ എന്തായാലും 33%. പിന്നെ ഇന്ത്യ ആണല്ലോ, അതിപ്പോൾ തന്നെ നോക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഡെപ്റ്റ് GSDP റേഷ്യോ മൊത്തം ഇന്ത്യയുടെ കടബാധ്യത എടുക്കുമ്പോൾ, അതായത് സംസ്ഥാനങ്ങളുടെ കടം കൂടി എടുക്കുമ്പോൾ അത് GDPയുടെ 80% മുകളിൽ വരുന്നുണ്ട്. ഇനി മാധുവിന് ഒരു കാര്യം ഇപ്പം തന്നെ വേണം ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കോ. അമേരിക്കയുടെ ഡെപ്റ്റ് GSDP റേഷ്യോ എത്രയാണ്? 112%. അപ്പോൾ ഇതെല്ലാം കാലാകാലങ്ങളിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ഇപ്പോൾ നേരത്തെ MP രാജേഷ് ചൂണ്ടിക്കാണിച്ച പോലെ നമ്മൾ 3 ക്രൈസിസുകളെ കണക്കിലെടുക്കാതെ എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യുന്നത്? അതൊരു സാധാരണ വർഷമായിരുന്നു. ഇന്ത്യയുടെ GDP ഗ്രോത്ത് -24% താഴ്ന്നു പോയ വർഷമാണ് കോവിഡ് വർഷം. ഇപ്പോൾ അത് 7% മുകളിലാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഒരു വെൽഫെയർ മെഷേഴ്സ് ഗവൺമെൻറ് എടുക്കാതെ പോകുന്നത്? അവിടെയാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു കടമെടുപ്പിലേക്ക് അമേരിക്ക തന്നെ പോകുന്ന സ്ഥിതിയിലേക്ക് വന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കണക്കുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ വല്ലാതെ കണക്കുകൾ ഒരു ഖജനാവില്ല എന്നാണോ അങ്ങ്? എന്റെ ചോദ്യം അതായിരുന്നു ശ്രീ ജോർജ് ജോസഫ്. അല്ല, പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല മാധു. അതൊരു ഗവൺമെന്റിന്റെ ഒരു LDFോ UDFോ BJPയോ ഏത് ഗവൺമെന്റിലും പൂച്ച പറ്റി കിടക്കുന്ന സീറോ ബാലൻസിലേക്ക് പോകുന്ന ഒരു ഖജനാവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സംസ്ഥാനത്ത് പല രീതിയിൽ
പ്രയോഗം തന്നെയാണ്. പിന്നെ 40,000 കോടി രൂപയുടെ ബാധ്യത. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു തുടർച്ചയാണ്. ബാലഗോപാൽ പടിയിറങ്ങി പോകുമ്പോൾ അതുവരെയുള്ള പൈസ കണക്ക് തീർത്ത് എല്ലാവർക്കും കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് 1ാം പിണറായി സർക്കാർ വരുമ്പോൾ 18 വർഷത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തത് ആരാ? പല കുടിശ്ശികളും കൊടുത്തു തീർക്കുക ആരാ? അപ്പം ഇതെല്ലാം ഗവൺമെന്റ് തുടർച്ചയായിട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള കുടിശ്ശികളും പല കാര്യങ്ങളും ഒക്കെ നിലനിൽക്കും. അതൊരു പ്രായോഗികമായ പബ്ലിക് ഫൈനാൻസിന്റെ എക്സ്പെൻഡിച്ചറിന്റെ ധനമാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അത് ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യം, ഇക്കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് 2 ക്ലിയർ കട്ടായ പൊസിഷൻ ഈ വൈറ്റ് പേപ്പർ എടുക്കുന്നു. അതൊന്ന് സ്വകാര്യ മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കുക, മറ്റൊന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ നടപ്പാക്കാൻ വരാതിരിക്കാം, അതിനൊരു മുൻകൂർ ജാമ്യം ഇതാണ്, പൊസിഷൻ ഇതാണ്, ഈ പ്രശ്നം കൊണ്ട് പലതും നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള 2 പൊസിഷൻ. അത് രാഷ്ട്രീയമല്ല. ആ 2 പൊസിഷൻ കൃത്യമായി എടുക്കുന്നു. അത് ഒരുപക്ഷെ നമ്മൾ ഇനിയുള്ള നാളുകളിലാണ് ഗവൺമെൻറ് ഏതേത് മേഖലകളിലേക്ക് ആ രീതിയിൽ പോകാൻ പോകുന്നതെന്ന് മനസ്സിലാകാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ഇതിനെ വിശകലനം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഏത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അടുത്ത പ്രശ്നം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ്. കിഫ്ബിയിലൂടെ മധു ഒരു കാര്യം പറഞ്ഞോട്ടെ. മധു, ഈ നേരത്തെ പറഞ്ഞത് കേരളം 9ാം സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? കേരളത്തിന് മുകളിൽ അരുണാചൽ പ്രദേശ് 57%, പഞ്ചാബ് 46.6%, ഹിമാചൽ പ്രദേശ് 45.2%, നാഗാലാൻഡ് 40%, മേഘാലയ 39%, വെസ്റ്റ് ബംഗാൾ 38%, ബീഹാർ 37.5%, രാജസ്ഥാൻ 35.8%. ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കാണുന്ന കാര്യമാണ്. നേരത്തെ വസ്തുതാപരമായും പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞത് ശരിയല്ല. ആ വസ്തുത ഞാൻ വസ്തുതാപരമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അത് ആ ഒരു ഞാൻ ഈ ഇടവേളയിൽ പബ്ലിക് ഡെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ നോക്കിയായിരുന്നു, ആധികാരികമായ രേഖ നോക്കിയായിരുന്നു. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പലയിടത്തും ഉദ്ധരിക്കുന്നത് പലതരം കണക്കുകളാണ് എന്നുള്ളതാണ്. ഞാൻ സ്റ്റേറ്റ് യൂണിയൻ ഗവൺമെന്റിന്റെ കണക്കെടുത്ത് നോക്കുകയായിരുന്നു. കേരളം 2ാം സ്ഥാനത്ത് വരില്ല. ഏത് കണക്കെടുത്താലും കേരളം 2ാം സ്ഥാനത്തല്ല. ശരി, അല്ല ഞാൻ യൂണിയൻ ഗവൺമെന്റിന്റെ കണക്ക് തന്നെ ഇടവേളയ്ക്ക് എടുത്ത് നോക്കുകയായിരുന്നു. ശ്രീ എം പി രാജേഷ് അതിലൊരു എതിർക്കുകയും ചെയ്തു. അത് വ്യക്തമാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചാണ്, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഈ പൊസിഷൻ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ശരി, കേരളം ഇന്ന് 9 ആണെങ്കിൽ ചിലപ്പോൾ നാളെ 10 ആയിരിക്കാം, ചിലപ്പോൾ 5ാം സ്ഥാനത്തേക്ക് വന്നു വരാം. ഇതെല്ലാം ഇത് സാമ്പത്തികമാണ്. ഓക്കെ, 2024-25 കണക്ക് പ്രകാരം അങ്ങ് പറഞ്ഞത് ശരിയാണ്. പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ഗവൺമെന്റ് എന്നുള്ളത് ശരിയാണ്. ഹിമാചൽ പ്രദേശ് 45.2 ഉണ്ട്, അരുണാചൽ പ്രദേശ് 57.5 ഉണ്ട്, കേരളം 36 ആണ് കാണിക്കുന്നത്, നാഗാലാൻഡ് 40% ഉണ്ട്, പഞ്ചാബ് 46%. അതാണ് കണക്ക്. ഞാനത് ഈ ഇടവേളയ്ക്ക് എടുക്കുകയായിരുന്നു, വ്യക്തമാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഞാൻ വരാം. ശ്രീ എം പി രാജേഷ്, അടുത്ത പ്രശ്നം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ്. കിഫ്ബി ഒരു വെള്ളാനയാണ് എന്നൊരു നിലപാട് UDF സർക്കാരിനുണ്ടായിരുന്നു. അതിൽ വലിയ പൊളിച്ചെഴുത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട AMCയിലടക്കം മാറ്റം വരുത്താൻ പോകുന്നു. അതിൻ്റെ ചിലവ് എന്ന് പറയുന്നത്, അതായത് കടമെടുക്കാനുള്ള ചിലവ് സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാൾ കൂടുതലായതുകൊണ്ട് നേരിട്ട് കടമെടുത്ത് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നൽകാമെന്ന് വിചാരിക്കുന്നു. അതിൽ വലിയ പിരിച്ചുവിടലുകൾ ഉണ്ടാകും എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കിഫ്ബി ബജറ്റ് എന്ന തോമസ് ഐസക്കിന്റെ ബജറ്റ് വിശേഷിപ്പിക്കപ്പെട്ടതും സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനം കിഫ്ബിയുടെ മേൽ ഭാരമേൽപ്പിച്ചതും സംസ്ഥാന ധനകാര്യ വ്യവസ്ഥയുടെ മേൽ വലിയ ഭാരമേൽപ്പിക്കുന്നതിന് തുല്യമായിരുന്നോ? ആ തീരുമാനമേ തെറ്റായിരുന്നോ? നോക്കൂ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കടത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്തട്ടെ. യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന 5.7 4.9 ആക്ച്വൽസ് അനുസരിച്ചിട്ടുള്ള കണക്ക്. അത് തന്നെ ട്രഷറി നിക്ഷേപങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്. അത് ഒഴിവാക്കിയാൽ ആഭ്യന്തര കടം, പൊതുകടം എന്നത് 3.5 ലക്ഷം കോടിയാണ്. 3.5 ലക്ഷം കോടി മാത്രമാണ്. അത് മൊത്തം ആഭ്യന്തരോൽപാദനത്തിന്റെ 25.2%. അപ്പോൾ 2023-24 ഈ ആക്ച്വൽസിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്ക് നോക്കിയാൽ പൊതുകടത്തിൽ ഇന്ത്യയിൽ 18ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. ട്രഷറി നിക്ഷേപവും കടമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ആ ഒരു വൈരുദ്ധ്യം കൂടി ഇവിടെ ഉണ്ട്, അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്.
ഇനി കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡെപ്റ്റ് GSDP റേഷ്യോ എന്നാണ് ഉണ്ടായതെന്ന് കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. Okay. അത് 2003-04 40.5%. 2003-04 കേരളത്തിൽ ആന്റണിയാണ് മുഖ്യമന്ത്രി എന്ന കാര്യവും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവരാണ് ഇപ്പോൾ കേരളത്തിലെന്തോ കടം വല്ലാതെ പെരുകി എന്ന് പറയുന്നത്. കോവിഡും പ്രളയവും ഓഖിയും എല്ലാം ഉണ്ടായിട്ടും നമ്മളിപ്പോൾ അത് കുറച്ച് 34% എത്തിച്ചു. കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ സമീപനം ഉണ്ടായിട്ടും കേന്ദ്രത്തിന്റെ വെട്ടിക്കുറക്കലുകൾ ഉണ്ടായിട്ടും അന്ന് ഇതൊന്നുമില്ലാതെ തന്നെ ഡെപ്റ്റ് GSDP റേഷ്യോ 40.5 ആണ്. ആ കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി കിഫ്ബിയിലേക്ക് വരാം. നോക്കൂ, കിഫ്ബിക്കെതിരായിട്ട് UDF എല്ലാ കാലത്തും ഈ പ്രചരണം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കിഫ്ബി കേരളത്തിന്റെ വികസനത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന് ഏറ്റവും അനിവാര്യമായിരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ സാധ്യമായ ഒട്ടേറെ കാര്യങ്ങൾ സാധ്യമാകുമായിരുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉദാഹരണം നാഷണൽ ഹൈവേയുടെ വികസനമാണ്. 2016 ഉപേക്ഷിച്ച് പോയതാണല്ലോ നാഷണൽ ഹൈവേ. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് എങ്ങനെയാണ് നാഷണൽ ഹൈവേ സാധ്യമായത്? കേരളം കേന്ദ്രത്തോട് നാഷണൽ ഹൈവേ പുനരാരംഭിക്കണം 45 മീറ്ററിൽ എന്നാവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെച്ച ഉപാധി എന്തായിരുന്നു? സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ചെലവിന്റെ 4/1 നിങ്ങൾ വഹിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് ഉപാധി വെച്ചത്? കേരളത്തിന് ഒരിക്കലും അത് നിറവേറ്റാൻ സാധിക്കില്ല എന്ന ധൈര്യത്തിലാണ്, കേരളത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ ഉപാധി എന്ന് മുന്നോട്ട് വെച്ചത്. 5580 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രം ആവശ്യപ്പെട്ട തുക കൊടുത്തത് എങ്ങനെയാണ്? കിഫ്ബി മുഖേനയാണ് ആ വായ്പ എടുത്തു കൊടുത്തത്. എന്റെ കിഫ്ബി ഇല്ലാത്തതിന് മുമ്പ് ഇതൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്? മലയോര ഹൈവേയും അതുപോലെ തന്നെ തീരദേശ ഹൈവേയും പോലുള്ള വൻകിട പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ, ഒട്ടേറെ പദ്ധതികൾ നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബി മുഖേനയാണ് എന്ന വസ്തുത നാം കാണണം. 86,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2 LDF സർക്കാരുകളുടെ കാലത്ത് കേരളത്തിലുണ്ടായത്. കേരളം ഐക്യകേരളം രൂപം കൊണ്ട ശേഷം ഇന്നേ വരെ ഉണ്ടായതിനേക്കാൾ വലിയ അതിൻ്റെ വളരെ വർദ്ധിച്ച തോതിലുള്ള പശ്ചാത്തല സൗകര്യ നിക്ഷേപം, ഈ പശ്ചാത്തല സൗകര്യ വികസനം കഴിഞ്ഞ 10 വർഷം സാധ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബി ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. കിഫ്ബിക്കെതിരായിട്ടുള്ള ഈ പ്രചരണം നടത്തുമ്പോൾ അതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയും? കേരളത്തിൽ UDF MLA-മാരെല്ലാം വരിയായിട്ട് നിൽക്കുകയായിരുന്നില്ലേ കിഫ്ബി പദ്ധതികൾക്ക് വേണ്ടി, വൻകിട കിഫ്ബി പദ്ധതികൾക്ക് വേണ്ടി? വലിയ പാലങ്ങൾ, ഇപ്പൊ പെരുമ്പളം പാലം, അതുപോലുള്ള വലിയ പാലങ്ങൾ, ഇപ്പോൾ തൃത്താല മണ്ഡലത്തിലുള്ള ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കാങ്കക്കടവ് പാലം 100 കോടിക്കധികം മുകളിലുള്ള അങ്ങനെയുള്ള വലിയ പാലങ്ങൾ, വലിയ ഹൈവേകൾ, വലിയ റോഡുകൾ, ഇതൊക്കെ സാധ്യമായത് കിഫ്ബി ഉണ്ടായത് കൊണ്ടാണ്. അല്ല, ഇങ്ങനെ വരി നിൽക്കുന്ന സമയത്ത് ചില ജില്ലകൾക്ക് മാത്രം പ്രത്യേക പരിഗണന കിട്ടി എന്നൊരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ടല്ലോ ഇന്നിപ്പോൾ. അത് കണ്ണൂരാണ്. കണ്ണൂര് അംഗീകരിച്ച തുക 20%, അനുവദിച്ച ഫണ്ട് 19% എന്ന, അതായത് വലിയ പങ്ക് എങ്ങനെയാണ് കിട്ടുന്നത്? എറണാകുളത്തിന് അത് 11%, തിരുവനന്തപുരത്തിന് 17%, അപ്പൊ തന്നെ ഏതാണ്ട് 50%. നോക്കൂ, അത്യുത്തര കേരളം എല്ലാ കാലത്തും വികസനത്തിന്റെ കാര്യത്തിൽ പിന്തള്ളപ്പെട്ട സ്ഥലമായിരുന്നു എന്നുള്ളത് ഓർക്കണം. ഐക്യകേരളം രൂപം കൊണ്ട ശേഷം വികസന കാര്യത്തിൽ പിന്നണിയിൽ കിടന്ന അത്യുത്തര കേരളത്തെ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് കഴിഞ്ഞ 10 വർഷത്തെ തുടർച്ചയായി 2 തവണ വന്ന LDF ഗവൺമെന്റുകളാണ്. അതുകൂടി കാണണം. പഴയ ഉത്തര കേരളമാണോ ഇപ്പോൾ അവിടുത്തെ റോഡുകൾ പഴയതുപോലെയാണോ? ആ മാറ്റം, വികസനത്തിന്റെ ഫലം എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടണ്ടേ? അല്ല, അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് ജില്ലയുണ്ടല്ലോ, എല്ലാ കാലത്തും ആരും തർക്കവുമില്ലാതെ, ആരും ഒരു തർക്കവും ഉന്നയിക്കാത്ത ഒന്ന് കാസർഗോഡ് വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്നു, പരിഗണനകളിൽ പിന്നാക്കം നിൽക്കുന്നു എന്നാണ്. കാസർഗോട്ടും ഈ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ. കാസർഗോഡ് താരതമ്യേന ചെറിയ ജില്ലയാണ്, കണ്ണൂർ വലിയ ജില്ലയാണ്. ആ വ്യത്യാസം ഉണ്ടാവും. അല്ല, അപ്പോൾ വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്നു എന്നുള്ളതാണോ, അതോ ജില്ലകളുടെ വലിപ്പച്ചെറുപ്പമാണോ പരിഗണന? അല്ല, നോക്കൂ, അത് പലതും നമുക്ക് ജില്ലയുടെ വലിപ്പം, ജനസംഖ്യ മാത്രം അടിസ്ഥാനത്തിലല്ല. നോക്കൂ, ഇപ്പൊ ചില പദ്ധതികൾ ചിലയിടത്തെ സാധ്യമാവുകയുള്ളൂ നമ്മൾ കാണണം. ഇപ്പോൾ പാലം പുഴയുള്ളിടത്തേ പറ്റൂ, നദികൾ ഉള്ളിടത്തേ പറ്റൂ. അപ്പൊ അങ്ങനെ ചില പദ്ധതികൾ ചിലയിടത്തെ സാധ്യമാവൂ എന്നുള്ളത് കാണണം. ഇപ്പൊ ലാൻഡ് ഏറ്റെടുക്കുന്നു ഒരു പദ്ധതിക്ക് വേണ്ടി, ലാൻഡ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തേ അത് സാധ്യമാവൂ. അനുയോജ്യമായിട്ടുള്ള ലാൻഡ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തേ ഉള്ളൂ. അപ്പൊ അതിനെ തുല്യമായിട്ടാണോ വീതിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് ശരിയായിരിക്കില്ല. ഈ വികസനത്തിൽ ഒരു അസന്തുലിതാവസ്ഥ, റീജിയണൽ ആയിട്ടൊരു ഇംബാലൻസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. ആ ലെഗസി ഇംബാലൻസ്, കാലങ്ങളായിട്ട് നിലനിന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ കൂടി കിഫ്ബി ഉപയോഗിക്കാനായിട്ടുണ്ട്. ശരി.
ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വലിയ പൊളിച്ചെഴുത്തുണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷെ അതിനോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നേരത്തെ ശ്രീ ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ് എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ധവളപത്രത്തെ മറയാക്കുന്നു എന്നൊരു വിമർശനം സർക്കാരിനെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ഇടതുപക്ഷം. ഇന്നിപ്പോൾ കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇലക്ട്രിസിറ്റി സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമുണ്ട്. 5-6 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിക്കോളൂ, ഇലക്ട്രിസിറ്റി സ്വകാര്യവൽക്കരിക്കും എന്നാണ്. സിയാല് വിറ്റഴിക്കാതിരുന്നാൽ കൊള്ളാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിറ്റഴിക്കൽ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ 5 വർഷക്കാലത്തെ UDF ഭരണത്തിന്റെ കീഴിൽ ഈ നഷ്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്? ഇതെല്ലാം പറയാൻ പറ്റിയ ആളാണ് ശ്രീ കെ എൻ ബാലഗോപാൽ. അദ്ദേഹത്തിൻ്റെ പൂർവികൻ എസ് ശർമ്മയാണ് സിയാലിൽ വിമാനം ഇറങ്ങുന്നെങ്കിൽ എൻ്റെ നെഞ്ചത്തുകൂടിയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് പല ന്യായങ്ങളും അദ്ദേഹത്തിന് പറയാം. അപ്പോൾ അതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ പിന്നെ KSEBയെ കുറിച്ച് പറയും. നോക്കൂ, KSRTC ഇവിടെ പിന്നെ എന്താ ശ്രീ ജോർജ്, അദ്ദേഹവും ശ്രീ MP രാജേഷ് കൂടി ചർച്ചയ്ക്ക് വേണ്ടിയിരുന്നില്ല, ആരെങ്കിലും ഒരാൾ മതിയായിരുന്നു. ഏതായാലും അദ്ദേഹം പറയുന്നത് എന്ത് നറേഷനാണ് ഈ പറയുന്നത്? KSRTC നോക്കൂ, KSRTC MP രാജേഷിനോട് ഞാൻ തിരിച്ചു, അദ്ദേഹം PSCയെ കുറിച്ചൊക്കെ കുറേ പറയുന്നുണ്ട്. KSRTCയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ PSC വഴി നിയമനം കിട്ടിയ ഒരാളുടെ പേര് ശ്രീ MP രാജേഷിന് പറയാമോ? ഒരാളുടെ പേര് KSRTCയിൽ PSC വഴി നിയമനം കിട്ടിയ ഒരാളുടെ പേര് MP രാജേഷിന് പറയാമോ? ഇല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അതേ KSRTCയിൽ തന്നെ വനിതകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തുമെന്നാണ്. അപ്പോൾ അത് പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാനാണോ? ആ പൊതുമേഖലാ സ്ഥാപനമാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കാൻ പോകുന്നു. അതിനേക്കാൾ എന്ത് വിപ്ലവകരമായ മാറ്റമാണ് എടുക്കേണ്ടത്? ഏത് പൊതുമേഖലാ സ്ഥാപനത്തിൽ ഈ നറേഷനൊക്കെ ശ്രീ ജോർജിന് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പിന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒരു ഗ്യാരണ്ടിയിൽ നിന്നും പിറകോട്ട് പോകില്ല എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നേ. അത് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ പല കാര്യങ്ങളിലും തീരുമാനമെടുത്തിട്ടുണ്ടെന്നേ. ഇപ്പോൾ വയോജന വകുപ്പ് അവിടെ നിൽക്കട്ടെ, അതിനകത്ത് സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് ജൂൺ 15 മുതൽ പിന്നെ KSRTCയിൽ സൗജന്യ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പുതുതായി സംരംഭം ആരംഭിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ വീതം പലിശരഹിതമായി കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊന്നും നിർത്താനല്ലോ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 ആക്കി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ എന്താ പറയുന്നത്, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിക്കാൻ പോകുന്നു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന? ഞങ്ങൾ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താ, പിന്നെ GSTP കുറിച്ച്, പിന്നെ GSTP റേഷ്യോയെ കുറിച്ചൊക്കെ സംസാരിക്കും. GSTP റേഷ്യോ എന്ന് പറയുന്നത് ഇത്തരം ബഡ്ജറ്റുകളുടെയും സാമ്പത്തിക കാര്യങ്ങളുടെയും ഒരു റേഷ്യോ തന്നെയാണ്, ഒരു ഘടകമാണ്. അതൊന്നും പ്രശ്നമല്ല. അത് അവിടെ കൂടുതലും ഇവിടെ കൂടുതലും അവിടെ വരും, അമേരിക്ക കൂടിയില്ല, പിന്നെന്താ അങ്ങനെ പറഞ്ഞു പോകാനല്ല. കാലാകാലങ്ങളിൽ നമ്മൾ ആ പാരാമീറ്റേഴ്സ് എല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ GSTP റേഷ്യോയെ കുറിച്ച് പറയുമ്പോൾ അത് പിന്നെ LDFിൻ്റെ കാലത്ത് വ്യത്യാസമുണ്ടായി എന്ന് പറയുമ്പോൾ അതൊന്നും ഘടകമല്ല എന്ന് പറഞ്ഞു പോവുകയല്ല വേണ്ടത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തുമെന്നോ അല്ലെങ്കിൽ ഒന്നുമല്ലോ. നിങ്ങൾ LDF ഇവിടെ അവകാശപ്പെട്ടതുപോലെ 6000 എത്ര കോടി രൂപ ഞങ്ങൾ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, ഇവിടെ എല്ലാം സാമ്പത്തികമായി ഭദ്രമാണ് എന്ന നിങ്ങളുടെ പ്രഖ്യാപനം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ 10 വർഷം LDF അധികാരത്തിൽ ഇരുന്നതിന് ശേഷം പുതിയ മന്ത്രിസഭ അധികാരത്തിൽ ഏൽക്കുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിനുവേണ്ടി ആ വൈറ്റ് പേപ്പർ ഉണ്ടാക്കിയേ. അല്ലാതെ ഞങ്ങൾ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞങ്ങളുടെ പദ്ധതി ചെലവ് കുറയ്ക്കുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റു വരുമാനം കണ്ടെത്തുന്നേ. ഈ സംസ്ഥാനത്ത് ലഭിക്കേണ്ട വരുമാനങ്ങൾ എവിടെയൊക്കെ കിട്ടാതിരിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് ഞങ്ങൾ ടാപ്പ് ചെയ്യും. അതിനപ്പുറത്തേക്ക് പിന്നെന്താ അദ്ദേഹം പറയുന്നത്, പിന്നെ ഞങ്ങൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല പദ്ധതികളും അവസാനിപ്പിക്കുമെന്നാണ്. ഇല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുന്ന പദ്ധതികളെ കുറിച്ചായി ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് പോവുകയും അതിൽ പലതും ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് പൂച്ച പെറ്റി കിടക്കുന്ന ഒരു പൈസ പോലും ഇല്ലാതെ, ഇതൊക്കെ ഞങ്ങൾക്കറിയാമെന്ന്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. പൂച്ച പെറ്റി കിടക്കുന്ന പറഞ്ഞ ഒരു ഫ്രേസിനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ശ്രീ ജോർജ് ശ്രീ MP രാജേഷിനേക്കാൾ നല്ല CPM അനുഭാവിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ തമാശയും എന്താ പറയുന്നത്, ഇതൊന്നൊരു വിഷയമല്ലെന്ന്. LDF എല്ലാ അർത്ഥത്തിലും ഭദ്രമാക്കി വെച്ചിരിക്കുക എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് അത് പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞു 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. MP രാജേഷ് പോലും പറയില്ല, ശ്രീ MP രാജേഷ് പോലും പറയില്ല. കാരണം നിയമസഭയിൽ വളരെ കൃത്യമായി ശ്രീ തോമസ് ഐസക്ക് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ അതെ ആ നിയമസഭയിലെ മറുപടി നമ്മുടെ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ കൈവശം ഉണ്ടല്ലോ. നിങ്ങൾ എന്ത് നറേഷൻ കൊണ്ടുവന്നാലും അവിടെ 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളതും അത് സാങ്കേതിക തടസ്സം മൂലമാണെന്നും നമുക്കെല്ലാം അറിയാം ശ്രീ രാജേഷേ. ഇനി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കണ്ണൂരങ്ങ് വെട്ടിപ്പിടിച്ചു, കണ്ണൂരങ്ങ് വികസനം നേട്ടം, എന്നിട്ട് എന്തേ നിങ്ങളിപ്പോൾ ഈ ഗതിയിലേക്ക്? കണ്ണൂരിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം വന്നില്ലേ? പരാജയത്തിന് കാരണവും വിജയത്തിന് കാരണം ഇതല്ലോ. കണ്ണൂരിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടായില്ലേ? നിങ്ങൾ എത്രയാണ് നിങ്ങൾ കിഫ്ബിയെ കുറിച്ച്, കിഫ്ബി ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ് എന്നതിനെ സംബന്ധിച്ച് ആർക്കാരും തർക്കമുണ്ടായിരുന്നത്? ഞങ്ങൾക്കാർക്കും തർക്കമുണ്ടായിരുന്നില്ല.
എപ്പോഴാണ് നിങ്ങളത് സംസ്ഥാനത്തിൻ്റെ കടത്തോട് ചേർക്കേണ്ടി വന്നത്? അപ്പോൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കൊണ്ടുവന്നപ്പോൾ ഇന്നിപ്പോൾ ശ്രീ തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ആരെ കുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്? എന്താ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെ ചാരി ശ്രീ ബാലഗോപാലിനെ അടിച്ചിരിക്കുക. താങ്കൾ ആ പോസ്റ്റ് കണ്ടു കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ രീതിയിൽ ഈ സംസ്ഥാനത്ത് കിഫ്ബി കൊണ്ടുവരുമ്പോൾ അത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് സമ്മതിക്കാൻ നിങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ആയിരുന്നേ, ഇപ്പോഴും നിങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പെൻഷൻ കൊടുക്കാൻ വേണ്ടി എന്താ അത് പിന്നെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ലേ? നിങ്ങൾ ഇന്ധന സെസ് ഏർപ്പെടുത്തി. അപ്പോൾ അതല്ല, ഇന്ധന സെസ് ഏർപ്പെടുത്തുമ്പോൾ അത് ബഡ്ജറ്റിൽ വരേണ്ട തുകയാണ്. അതൊക്കെ മറ്റു വഴിയിലൂടെ ഓഫ് ബഡ്ജറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ നാഷണൽ ഹൈവേയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുക്കുന്നതിന് ഈ രാജ്യത്ത് നിയമം വന്നത് എപ്പോഴാണെന്നും എങ്ങനെയാണ് അതിന് കോമ്പൻസേഷൻ ലാൻഡ് അക്വിസിഷനെ സംബന്ധിച്ചുള്ള നിയമത്തെക്കുറിച്ച് ഞാൻ താങ്കളോട് പറയേണ്ടതില്ല. താങ്കൾ പക്ഷേ അത് പറയില്ല. പിന്നെ എന്താ UPA സർക്കാരിൻ്റെ കാലത്താണ് ആ നിയമം കൊണ്ടുവന്നതിനെ കുറിച്ച് പോലും താങ്കൾ അത് അപ്പോൾ താങ്കൾ പറയും ഷെഡ്യൂളിൽ മറ്റേ ഷെഡ്യൂളിലായിരുന്നു, ആ ഷെഡ്യൂൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ കിഫ്ബിയെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ജില്ലയിൽ 2.5% ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിഫ്ബിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ ജില്ലയിൽ കിട്ടിയുള്ള വീതം. അപ്പോൾ ഇത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? കാരണം പിന്നെ UDFൻ്റെ MLA മാർ വരിയായി നിന്നേ. ഞങ്ങൾ ആ പോളിസിയാണ് എതിർത്തിട്ടുള്ളത്. ഞങ്ങൾ ആ പോളിസി എതിർക്കുമ്പോൾ കിഫ്ബിയിലൂടെ മുടക്കുന്ന പണം നോക്കൂ. കിഫ്ബിയിലൂടെ എടുക്കുന്നതിന് നമ്മൾ എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? സംസ്ഥാന സർക്കാർ എടുക്കുമ്പോൾ 7-8% കൊടുക്കുമ്പോൾ കിഫ്ബിയിൽ എടുക്കുമ്പോൾ നമ്മൾ 9% പലിശ കൊടുക്കല്ലേ? നിങ്ങൾ മസാല ബോർഡിലൂടെ എടുത്ത 9.72% എടുത്ത പൈസ അവിടെ കൊണ്ടുവന്ന് എത്ര ശതമാനത്തിലാണ് നിങ്ങൾ നിക്ഷേപിച്ചിട്ട് വെച്ചിരുന്നത്? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിൻ്റെ പദ്ധതികൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആരും വീട്ടിൽ തരുന്നല്ലോ. നിങ്ങൾ ഈ കാണിക്കുന്നതിലെ ക്രമവിരുദ്ധത അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഇനിയും ചൂണ്ടിക്കാണിക്കും. അത് തെറ്റാണെന്ന് പറയുന്നതിനകത്ത് ഒരു മടിയുമില്ല. അതിൻ്റെ അർത്ഥത്തിൽ ഞങ്ങളാരും മേടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് താങ്കളെപ്പോലെ ഒരാൾ പറയുന്നത് എത്രത്തോളം ഭൂഷണമാണ് എന്നുകൂടി താങ്കൾ ശ്രദ്ധിക്കണം. മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാർ ചെയ്യേണ്ടത് തന്നെയല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 സ്ഥാപനങ്ങളുടെ നഷ്ടം ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ സഞ്ചിത നഷ്ടം ഇത്രത്തോളം വലുതാണ്, 78,851 കോടിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? നമുക്ക് എവിടെയാണ് നമ്മുടെ സാമ്പത്തികാവസ്ഥ എന്നത് ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അത് മുഴുവൻ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമമാണ്. അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷണമല്ലേ? മാധു, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഏതാണ്ട് 68ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ LDF സർക്കാരിൻ്റെ കാലത്ത് ഒരു 25ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഈ വർഷങ്ങളിൽ, അതായത് അതിൻ്റെ നഷ്ടം പൂർണ്ണമായി നികത്തുന്നതല്ല, അതിൻ്റെ പ്രവർത്തന ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോഴാണ് ഈ കണക്ക് പറയുന്നത്. അതായത് ഈ സഞ്ചിത നഷ്ടം അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് ലോസ് എന്ന് പറയുന്നത് അത് ഉണ്ടായ കാലം മുതൽ കാലാകാലങ്ങളായി വരുന്ന നഷ്ടമാണ്. പക്ഷെ ഇത് ജനങ്ങളുടെ മുമ്പാകെ ഹൈക്കോടതിയിൽ തന്നെ പോയി പറഞ്ഞിട്ടുണ്ട് അത് ലാഭം നോക്കി പ്രവർത്തിക്കുന്നതല്ല, സർവീസ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളത്. ഇപ്പോഴും ഇപ്പോഴത്തെ മന്ത്രിയും പറയുന്നത് അത് തന്നെയാണ്. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര കൊടുക്കുക എന്ന് പറയുന്നത് KSRTC അതിന്റെ നഷ്ടം വഹിക്കേണ്ടി വരില്ല. സർക്കാർ പദ്ധതി KSRTC-യിലൂടെ നടപ്പിലാക്കുന്നു എന്നേ ഉള്ളൂ എന്നത്. അപ്പൊ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ KSRTC-യിലൂടെ നടപ്പിലാക്കുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞുവല്ലോ, ശ്രീ MP രാജേഷ് പറഞ്ഞുവല്ലോ, അപ്പൊ കണ്ണൂരിൽ വികസനം ആവശ്യമാണ്, ഈ അത്യുത്തര കേരളം വികസനത്തിൽ പിന്നാക്കമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഈ ഭാഗം വെപ്പിലെ ന്യായാന്യായങ്ങൾ നോക്കാതെ ചിലത് സർക്കാരുകൾക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ കണക്കൂട്ടിയാൽ പോരെ? അല്ല മാധു, അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാധു എന്നോട് പറഞ്ഞു ഇത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. ആ രാഷ്ട്രീയം പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇംബാലൻസ്, റീജിയണൽ ഇംബാലൻസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണൂരിന് കൊടുത്തു, പിന്നെ തിരുവനന്തപുരത്തിനാണ്, 3ാം സ്ഥാനത്ത് എറണാകുളമാണ്. അപ്പോൾ അതൊരു പൊളിറ്റിക്കലായിട്ടൊരു ക്രിറ്റിസിസം ആണെങ്കിൽ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ 9 സീറ്റും ജയിച്ചിരിക്കുന്നത് UDF ആണ്. ഇപ്പോൾ 14 സീറ്റും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എറണാകുളം ജില്ലയ്ക്ക് 3, അതായത് ഓരോ പ്രോജക്റ്റുകൾ ഏത് ജില്ലയിൽ നടക്കും. ഇപ്പൊ ഉദാഹരണത്തിന് വയനാട് തുരങ്കപ്പാത വലിയൊരു പ്രോജക്റ്റാണ്, 7,000 കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നത്. പറയട്ടെ ഞാൻ പറയട്ടെ, അതായത് കോഴിക്കോട് ജില്ലയിൽ ആ വയനാട് തുരങ്കപ്പാത കടന്നു പോകുന്ന 7-8 കിലോമീറ്റർ ഇരിക്കുന്ന സ്ഥലത്തല്ലേ നടപ്പാക്കാൻ പറ്റുള്ളൂ. അതിനൊരു റീജിയണൽ ഇംബാലൻസ് എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഓരോ പ്രോജക്റ്റും ഇപ്പോൾ കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ എറണാകുളത്താണ് ഉള്ളത്.
അപ്പോൾ ആ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി മുടക്കുന്ന പണം അത് എറണാകുളത്തിന് വേണ്ടി എന്തോ പ്രത്യേകം ചെയ്തു. എറണാകുളം സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ജില്ലയാണ്. GST വരുമാനം എന്നിട്ട് 40% എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ. അപ്പൊ ആ ഇംബാലൻസിനെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെന്തോ ഒരു വലിയൊരു ഇതാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, അതാണ് ഇതിനകത്ത് ദുരുദ്ദേശപരമായ പല ലക്ഷ്യങ്ങളും ഈ ധവളപത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ആമുഖത്തിൽ ഞാൻ പറഞ്ഞത്. ഈ PSC യുടെ കാര്യമായി പറഞ്ഞതിൽ തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാമ്പത്തികമായി ലാഭകരമല്ലെന്ന് കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങളും ഉപജീവന മാർഗ്ഗങ്ങളും പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് അവയെ ഓഹരി വിറ്റഴിക്കലിനോ സ്വകാര്യവൽക്കരണത്തിനോ അല്ലെങ്കിൽ അടച്ചുപൂട്ടുന്നതിനോ പരിഗണിക്കാവുന്നതാണെന്നൊരു നിർദ്ദേശമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണത് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അത് പറയണ്ടേ? ആരുടെ നിർദ്ദേശം? എവിടുത്തെ അത് രാഷ്ട്രീയമാണ്. അത് അല്ല, ഇത് ഈ വൈറ്റ് പേപ്പറിൽ എഴുതിയിരിക്കുന്നതാണ്, അങ്ങേക്ക് പറയാം. നോക്കൂ, അല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശം വരട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ക്ഷേമ പദ്ധതികൾ അതെല്ലാം കൃത്യമായി നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോകും. ഇവിടെ ജോർജ് ജോസഫിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്, ജോർജ് ജോസഫിനെ സംബന്ധിച്ച് അയാൾ കിഫ്ബിയുടെ പിന്നെ ഓരോ ഏരിയയിലും കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഈ കൊച്ചിൻ മെട്രോ ഉണ്ടാക്കുന്നത് പോലെയാണ് ഈ കിഫ്ബി ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ കിഫ്ബിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ സംസ്ഥാനത്തെ പൊതുവായിട്ടുള്ള വികസന കാര്യങ്ങൾ, അത് പാലങ്ങളും റോഡുകളും ബിൽഡിങ്ങുകളും ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഓരോ സ്റ്റേറ്റിലേക്കും അല്ലെ ഒരു ഏരിയയിലേക്ക് കൂടി പോകുന്നത് പോലെയാണോ കൊച്ചിൻ മെട്രോയിലേക്ക് ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് താങ്കൾ കണക്കുകൾ ഉണ്ടാകും. ബദൽ പത്രം CPM-ന്റെ ഭാഗത്തുനിന്ന് പുറത്തിറക്കുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി നോക്കുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. Debate with Madhu Saji.